കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവാം. ഒരുപാട് കമ്പനിയുടെ പ്രോഡക്റ്റുകളും കമ്പനിയുടെ ഫാക്ടറിയുടെ ഓരോ വിഭാഗങ്ങൾ തിരിച്ചുകൊണ്ടുള്ളതൊക്കെ അതിൽ കൃത്യമായിട്ട് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ സുപ്രീമിൽ നിന്ന് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ചില പ്രോഡക്റ്റുകൾ പറയുകയാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ പ്ലംബിംഗ് മേഖലയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇലക്ട്രിക്കൽ പൈപ്പുകളുടെ മേഖലയിലേക്കും അടുത്ത കാലത്ത് നമ്മളുടെ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. കേബിൾ ഷീൽഡ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് പൈപ്പുകൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? സുപ്രീമിന്റെ ഇലക്ട്രിക്കൽ പൈപ്പ് ഇല്ല, ഉണ്ടല്ലേ? എങ്ങനെയുണ്ട് ഇതിന്റെ നല്ല ക്വാളിറ്റി. ഇത് എന്താന്ന് വെച്ചാല് സാധാരണ നിലവിൽ നമ്മളുടെ മാർക്കറ്റിലുള്ള രീതികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് നമ്മൾ പ്രോഡക്റ്റിന്റെ റേഞ്ചിൽ എടുത്തിട്ടുള്ളത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ISI സ്റ്റാൻഡേർഡിലുള്ളതാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സാധാരണ ഇലക്ട്രിക്കൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ഏത് കളറാണ് വരിക? ബ്ലാക്ക്. അത് എന്തുകൊണ്ടാണ് ബ്ലാക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമൊന്നും നമ്മൾ ശ്രദ്ധിച്ചു പോയില്ല. എന്തുകൊണ്ടാണ് ബ്ലാക്ക് വന്നത് വെച്ചാൽ കാലങ്ങളായിട്ട്. ഇനി ബ്ലാക്ക് അല്ലാതെ ലൈറ്റ് ബ്ലൂ കളറിലും കണ്ടിട്ടില്ലേ? അത് കുറച്ച് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ കളർ പോകും. എന്ന് വെച്ചാല് ചെറിയ ഒരു കോഴി ഷെഡ് പോലുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ ഇതിങ്ങനെ കുടിൽ വ്യവസായം പോലെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഭാഗമായിരുന്നു നിലവിലിത്. പക്ഷെ ഇതിന്റെ ഉപയോഗം വരുന്നതാണെങ്കിലോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സ്ഥലത്തും. ഇപ്പോ പല സ്ഥലങ്ങളിലും ഈ ഷോർട്ട് സർക്യൂട്ട് പോലുള്ള സാധനങ്ങളും ഈ തീപിടിക്കൽ കൺസീൽഡ് ചെയ്യാവുന്നത് തന്നെയാണ്. ആ നിലയ്ക്ക് ആ പ്രോഡക്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുകയാണ്. ആവശ്യമുള്ളവർ ഒരു പ്രാവശ്യം എടുത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണമെന്നതിനെ കുറിച്ച് പറയും. അതുപോലെ തന്നെ നമ്മൾ മൾട്ടി ലെയർ പൈപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് E-Lite PEX എന്നുള്ള ഒരു ബ്രാൻഡിൽ സുപ്രീം ഇറക്കിയിട്ടുണ്ട്. അത് പുതിയ പ്രോഡക്റ്റ് ഒന്നും അല്ല. പക്ഷെ സുപ്രീമിന്റെ ഭാഗത്ത് നിന്ന് പ്രോജക്ട്സിക്ക് ഒരാൾ ചോദിച്ചിട്ട് അത് ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നോടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് അത് എത്രയും പെട്ടെന്ന് അത് പഠിച്ച് വേണ്ട അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യും. സാധാരണ മൾട്ടി ലെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ PVC പൈപ്പുകൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന CPVC ആണെങ്കിലും PPRC ആണെങ്കിലും എല്ലാം തന്നെ സിംഗിൾ ലെയറാണ്. സിംഗിൾ ലെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സിംഗിൾ ലെയറാണ്. സിംഗിൾ ലെയർ എന്ന് പറഞ്ഞാല് അത് PVC ആണെങ്കിൽ PVC മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? മൾട്ടി ലെയർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ലെയറുകളുള്ള. അത് നിങ്ങൾ വാട്ടർ ടാങ്കിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൾട്ടി ലെയർ, 4 ലെയർ, 3 ലെയർ എന്നൊക്കെ പറയും. അപ്പൊ ഈ സാധാരണ E-Lite എന്ന് പറയുന്ന മൾട്ടി ലെയർ പൈപ്സില് PEX എന്ന് പറയുന്ന ഒരു പൈപ്പ് ലൈൻ സിസ്റ്റമാണ്. PE പൈപ്പാണ് അതിന് ബേസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പോളിയെത്തിലിന്റെ പൈപ്പ് ഒരു ലെയറും അതിന്റെ മുകളിലായിട്ട് ഒരു ലെയർ അലുമിനിയം പൈപ്പും അതിന്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ലെയർ PE പൈപ്പും. അപ്പോ 3 ലെയറായി. ഇതിനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗമ്മും കൂടെ ഇതിന്റെ ഇടയിൽ വരുന്ന സമയത്ത് ഒരു 5 ലെയർ പൈപ്പായിട്ട് ഈ മൾട്ടി ലെയർ പൈപ്സ് E-Lite സുപ്രീം അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്തിനാ വെച്ച് കഴിഞ്ഞാല് ഇത് ചുടുവെള്ളത്തിനാണെങ്കിലും പച്ചവെള്ളത്തിനാണെങ്കിലും ഡ്രെയിനേജ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ എല്ലാ പ്ലംബിങ്ങിനും ഒരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചുടുവെള്ളം ഹൈ പ്രഷർ വരികയാണെങ്കിലും ഇത് കൊടുക്കാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് റോളിലായിട്ടാണ് വരിക. നമ്മൾ ഗാർഡൻ ഹൗസും അല്ലെങ്കിൽ സെക്ഷൻ ഹൗസും ഒക്കെ വാങ്ങിക്കുന്നത് പോലെ 50 മീറ്റർ 100 മീറ്ററിന്റെ റോളിലാണ് വരിക. എന്റെ ഫോണെന്താ? എല്ലാവരും കയ്യിലുള്ള കൂപ്പൺ എടുത്ത് ഗിഫ്റ്റ് വാങ്ങേണ്ടത്. ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടോ? ബെൻഡ്
ഇത് ബെൻഡാണ്, 90 ഡിഗ്രി ലോങ് ബെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഏത് കാറ്റഗറിയിലാണ് വരിക എന്ന് വെച്ചാൽ, ഇത് മിഷനിൽ ഉണ്ടാക്കുന്നതാണോ, മോൾഡഡ് ആണോ? അല്ല, ഇതിന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് ഫിറ്റിംഗ്സ് എന്നാ പറയുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ഫിറ്റിംഗ്സ് എന്ന് പറയും. ഫാബ്രിക്കേറ്റഡ് ഫിറ്റിംഗ്സ് പറഞ്ഞാല് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലും ആകൃതിയിലും സൈസിലും നമ്മൾ പൈപ്പിനെ വളച്ചുകൊണ്ട് ഫിറ്റിംഗ്സ് ഉണ്ടാക്കുന്നതാണ് ഹാൻഡ് മെയ്ഡ് ഫിറ്റിംഗ്സ് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ഫിറ്റിംഗ്സ് എന്ന് പറയുക. ഇതിന് നമുക്ക് ഒരു പ്രത്യേകത വെച്ചാല് നമുക്ക് ആവശ്യമുള്ള 45 ഡിഗ്രി, 37 ഡിഗ്രി, അങ്ങനെ എത്ര ഡിഗ്രി വേണമെങ്കിലും നമുക്ക് ഈ ഫാബ്രിക്കേറ്റഡ് ഫിറ്റിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മോൾഡഡ് ഫിറ്റിംഗ്സിൽ നമുക്ക് 1/2 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെയുള്ള ഫിറ്റിംഗ്സുകളുണ്ട്. വലിയ ഫിറ്റിംഗ്സ് എടുത്തിട്ടില്ല. സാധാരണ ഇതൊരു റെഡ്യൂസിങ് ബുഷാണ്. സാധാരണ വലിയൊരു ടീ ഉണ്ടാവാറുണ്ട് ഇവിടെ, ഇന്ന് ആ ടീ കാണാനില്ല. ഇത് മോൾഡഡിലുള്ള ഒരു ഫിറ്റിംഗ്സ് ആണ്. ഏറ്റവും വലുത് നമുക്ക് എൽബോ ടീ എന്നൊക്കെ പറഞ്ഞാൽ 12 ഇഞ്ചിന്റെ എൽബോയും ടീയും ആണ് നമ്മളുടെ വലുതായിട്ടുള്ള മോൾഡഡിൽ. ഫാബ്രിക്കേറ്റഡിൽ എന്ന് പറഞ്ഞാല് നമുക്ക് ഏത് സൈസ് വരെ പൈപ്പ് ഉണ്ടോ ആ സൈസ് വരെ നിങ്ങൾക്ക് കപ്ലർ വേണമെങ്കിൽ പൈപ്പിനെ ഒരുക്കിയിട്ട് കപ്ലർ ഉണ്ടാക്കാം, റെഡ്യൂസർ ഉണ്ടാക്കാം, ടീ ഉണ്ടാക്കാം, റെഡ്യൂസിങ് ടീ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് വേണ്ടതെല്ലാം തന്നെ 45 ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ അത് 45 ഡിഗ്രി ഉണ്ടാക്കാം. ഓഫ്സെറ്റ് ബെൻഡുകൾ ഉണ്ടാക്കാം, സ്റ്റെപ്പ് ഓവർ ബെൻഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞ ഡിവിഷനിൽ ഉണ്ടാക്കാം. അപ്പോൾ അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ പർട്ടിക്കുലർ നമ്മുടെ സൈറ്റിനനുസരിച്ച് ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫാബ്രിക്കേറ്റഡ് ബെൻഡ് എന്ന് പറയുന്നതിന്റെ ഒരു ഫ്ലോയും 90 ഡിഗ്രി മോൾഡഡ് എൽബോ എന്ന് പറയുന്നതിന്റെ ഫ്ലോയും രണ്ട് തരത്തിലാണ്. ഇപ്പൊ നിങ്ങൾ വാട്ടർ അതോറിറ്റി പോലുള്ള സ്ഥലത്ത് നമ്മള് വാട്ടർ അതോറിറ്റിയുടെ ലൈനൊക്കെ ഇട്ട് പോകുന്ന സ്ഥലങ്ങളിൽ ഒരു 10 ഇഞ്ച് പൈപ്പിന് നമ്മൾ എൽബോ ഉപയോഗിക്കണം പറഞ്ഞാൽ അവർ സമ്മതിക്കും. എഞ്ചിനീയർമാര് ബെൻഡ് ഉപയോഗിക്കാൻ പറയും. അപ്പൊ നമുക്ക് ബെൻഡ് തന്നെ നമ്മുടെ ആവശ്യം ഇപ്പൊ ചോദിച്ച് മുറിച്ച് ബെൻഡ് ഇപ്പൊ ചെറുതായി, എൽബോയിനെയും ചെറുതായി. നമുക്ക് സ്ഥലം കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യണം, പിടിക്കണം, ഒരുപാട് പ്രയാസമുണ്ട്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ലോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ തടസ്സങ്ങളുണ്ട്, സ്ഥലത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളുടെ എളുപ്പത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ എങ്ങനെ മുറിച്ച് കൊണ്ടുവന്നിട്ട് എൽബോനെ തന്നെ ഷോർട്ടായി കൊണ്ടുവന്നിരിക്കുക. അപ്പോ ഈ ഫാബ്രിക്കേറ്റഡ് ഫിറ്റിംഗ്സിൽ കിട്ടുന്ന ഫ്ലോയും പ്രഷറും ഈ മോൾഡഡ് എൽബോയിൽ കിട്ടില്ല. നിങ്ങൾ പണ്ട് ഈ നമ്മൾ മോട്ടോർ ഫിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ബെൻഡുകളെല്ലാം തന്നെ അന്ന് GIന്റെ ആണ് എടുക്കുക അല്ലെ. നമ്മൾ എന്നിട്ട് ചാക്ക് നൂലിട്ടിട്ട് നമ്മള് ഷെല്ലാക്കൂട്ടിട്ട് പൈപ്പ് റിഞ്ച് ഇട്ടിട്ട് ടൈറ്റ് ആക്കിയിട്ട് കൃത്യമായിട്ട് നോക്കുക. ഫ്ലോ അടക്കം ഒന്ന് ശ്രദ്ധിക്കും. കിണറ്റിനുള്ളിൽ നിന്ന് മുകളിൽ കയറി വരുന്ന സമയത്ത് എത്ര എൽബോ വരണം, എത്ര ബെൻഡ് വരണം എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എത്ര മീറ്റർ ഹെഡ് മുകളിലേക്ക് പോകുന്നത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ആ രീതിയാണ് സേഫസ്റ്റ് ആയിട്ടുള്ള രീതി. അപ്പൊ ഇനി ഫിറ്റിംഗ്സിന്റെ കാര്യത്തില് നമുക്ക് ഒരുപാട് കാറ്റഗറീസ് ഫിറ്റിംഗ്സ് ഉണ്ട്. അതിനെ കുറിച്ച് എന്താ അറിയാം നിങ്ങൾക്ക്? സുപ്രീമിന്റെ ഫിറ്റിംഗ്സിനെ കുറിച്ചിട്ട്, ഫിറ്റിംഗ്സിന്റെ നമ്മൾ ഈ പറഞ്ഞ ISI ഫിറ്റിംഗ്സിന്റെ ഗേജിനെ കുറിച്ചിട്ട് ഏതാണ് ഏറ്റവും കുറവ് ഗേജ് വരുന്നത്? പൈപ്പിൽ